ആ ഈശോ യോഹന്നാന്റെ സുവിശേഷങ്ങളോട് പറയുന്നുണ്ട്, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം അവൻ നൽകി എന്ന് നമുക്ക് പറയുന്നുണ്ട്. ഇത് കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ഈശോ നമുക്കിങ്ങനെ ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ഇനി പുതിയ നിയമത്തിൽ ഈ പിതാവെ എന്ന് വിളിക്കുമ്പോൾ നമുക്കറിയാം, പിതാവെ എന്ന് വിളിക്കുമ്പോൾ അവിടെ തീരുകയല്ല. പിതാവെന്ന് വിളിക്കുന്നതിനകത്തൊരു പുത്രനുമുണ്ട്, ഒരു പരിശുദ്ധാത്മാവുമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ഈശോ മരിക്കണം. ഈശോ മരിച്ച് രക്ഷാകര കർമ്മം പൂർത്തിയാക്കിയാലേ പരിശുദ്ധാത്മാവ് വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, പോയാൽ മാത്രമേ സഹായം നിങ്ങളുടെ അടുക്കിലേക്ക് വരികയുള്ളൂ എന്ന് ഈശോ പറയുന്നത്. അങ്ങനെ ഈശോ പോകുന്നു. ഈശോ പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുന്നത്. ഈ ആത്മാവ് മുഖേനയാണ് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. നമുക്ക് പല ടെസ്റ്റുകൾ നമുക്ക് ബൈബിളിൽ കാണാം. റോമാക്കാർ ലേഖനം ആവാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നുവെന്നും, നിങ്ങൾ മക്കളാകിയാൽ പിതാവേ എന്ന് വിളിക്കുന്ന ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സവിശേഷ വചനഭാഗങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. ഇതിന്റെ അനുഭവം വ്യക്തമാക്കുന്ന സംഭവമാണ് പന്തക്കുസ്തായിൽ നടക്കുന്നത്. അന്ന് ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്ന ചെതറിപ്പോയ ആളുകൾ, നമുക്കറിയാം ബാബേൽ ഗോപുരത്തിൽ ചെതറിപ്പോകുന്ന ആളുകൾ ഒരുമിച്ച് വന്നിട്ട് അവിടെ നിന്നിട്ട് ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾക്ക് മനസ്സിലാകുന്ന ഒറ്റ ഭാഷയിലേക്ക് വളർന്ന് ഒറ്റ പിതാവിന്റെ മക്കളായിട്ട് ബന്ധങ്ങളെല്ലാം നവീകരിക്കപ്പെട്ടു വന്ന ഒരു പിതാവും എല്ലാ മനുഷ്യരും ഒരു സമൂഹവുമായി മാറുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിച്ചേർന്നത്. ഇത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ദൈവം അത് ഡിസൈൻ ചെയ്തത്. ഈ രക്ഷാകര പദ്ധതി മുഴുവനും കൂടി ഉൾക്കൊള്ളുന്ന രണ്ട് വാക്കുകളാണ് സർവശക്തനും പിതാവും. സർവശക്തൻ എന്ന് പറഞ്ഞാൽ പുറകോട്ട് നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ ആദ്യം വിളിക്കുന്ന, അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന പേരാണ് ഏൽ ഷദ്ദായി, സർവശക്തൻ. ഇത് രക്ഷാകര ചരിത്രത്തിന്റെ ആരംഭമാണ്, രക്ഷാകര ചരിത്രമാണ് ഈ സർവശക്തൻ എന്ന വാക്കിലൂടെ അനാവൃതമാകുന്നത്. ഇനി മുമ്പോട്ടാണെങ്കിൽ പിതാവ് എന്ന് വിളിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള രക്ഷാകര ചരിത്രത്തിന്റെ പൂർണ്ണതയിലേക്കാണത് വിരൽ ചൂണ്ടുന്നത്. പൂർണ്ണമായി ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവം ത്രിത്വമാണ്. ദൈവം ഏകനാണെങ്കിൽ ത്രിത്വമാണ് എങ്ങനെയെന്ന് ആളുകൾ ചോദിക്കും. അത് ഈ വളരെ താഴ്ന്ന നിലയിൽ ചിന്തിക്കുന്ന ആളുകളുടെ ആർഗ്യുമെന്റാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്ന അളവുകോലിൽ ദൈവം നിൽക്കണം, നമ്മൾ പറയുന്ന ഏകത്വത്തിൽ ദൈവം നിന്നിരിക്കണം എന്ന് ചിന്തിക്കുന്നത് വളരെ മോശം. അതായത് ദൈവത്തെ നമ്മളിങ്ങനെ പിടിച്ചു കെട്ടിവെക്കും, ഈ യുക്തിക്കകത്ത് ദൈവം നിന്നോണെന്ന് പറയുന്ന വളരെ മോശമായിട്ട് കാഴ്ചപ്പാട് തന്നെയാണ്. ദൈവത്തിന്റെ ഏകത്വം എന്ന് പറയുന്നത്, ഏകദൈവം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഏകത്വം മനുഷ്യന്റെ കോംപ്രിഹെൻഷന്റെ അപ്പുറത്താണ്. നമുക്കറിയാലോ, ഒരു മനുഷ്യന്റെ പ്രായം അനുസരിച്ച് യുക്തി മാറിക്കൊണ്ടിരിക്കും. പ്രായം അനുസരിച്ച് 10ാം ക്ലാസ് വയസ്സുകാരന്റെ യുക്തിയല്ല 25 വയസ്സുള്ളവരുടെ യുക്തി, അല്ലെങ്കിൽ ചെറിയ കൊച്ചിന്റെ യുക്തിയല്ല പ്രായമുള്ളവരുടെ യുക്തി. ഇനി ഇവിടെയുള്ള ഒരു മനുഷ്യന്റെ യുക്തിയല്ല വേറെ രാജ്യത്തുള്ളവരുടെ യുക്തി. അപ്പോ മനുഷ്യന്റെ യുക്തി ഇങ്ങനെ വളരെ ചെതറിക്കിടക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ യുക്തിക്കകത്ത് ഏകദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരൊറ്റ ഒരെണ്ണമേ കാണാൻ പാടുള്ളൂ എന്നുള്ള ചിന്ത ദൈവത്തിന് ചേരുന്ന ഒരു സംവിധാനമല്ല. കാരണം ദൈവം വെളിപ്പെടുത്തിയ ഏകദൈവത്തിൽ ദൈവം എന്ന് പറയുന്നത് ത്രിത്വമാണ്. അത് ചരിത്രപരമായിട്ടുള്ള ഒരു വെളിപാടാണെന്ന് ഓർക്കണം. ഇനി രക്ഷാകര ചരിത്രത്തിന്റെ ഒരുക്കവും സർവശക്തനും പൂർണ്ണതയുമാണ് പിതാവ് എന്ന് പറയുന്ന രണ്ട് വാക്കുകളുള്ളത്. ഇനി വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. സർവശക്തൻ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയുടെ ദൈവമാണ്, വാഗ്ദാനങ്ങളുടെ ദൈവമാണ്, പ്രവചനങ്ങൾ നടത്തുന്ന ദൈവമാണ്, പുത്രനെ അയക്കുന്ന ദൈവമാണ്, നമ്മിൽ നിന്ന് ധാർമ്മികമായിട്ടുള്ള വളർച്ച എല്ലാ കാലത്തും പ്രതീക്ഷിക്കുന്ന ദൈവമാണ്. പിതാവ് എന്ന് പറയുമ്പോൾ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവാണ്. പിതാവിനകത്ത് അതെല്ലാം ഉണ്ടല്ലോ. ഇത് നിങ്ങൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും പുത്രൻ പരിശുദ്ധാത്മാ എന്നുള്ളത് വിശദമായിട്ട് പഠിക്കാനിരിക്കുന്നതാണ്. പക്ഷെ പിതാവിനകത്ത് ഇതെല്ലാം, ഈശോ പിതാവെ എന്ന് വിളിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. പിന്നെ അത് ത്രിത്വത്തിന്റെ വെളിപാടാണ്. പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് പിതാവെ എന്നുള്ളത്.
പക്ഷേ എന്നല്ല, ആ പഴയ നിയമം വളരെ ശാന്തമായിട്ട് നടന്നു വരുന്നവർ സ്വാഭാവികമായിട്ടും പിതാവേ എന്ന് വിളിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നത് നമുക്ക് പഴയ നിയമത്തിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമായിരിക്കുന്നത് സർവശക്തനും പിതാവും എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് ക്രിസ്തു പഠിപ്പിച്ച ആത്മീയതയാണ്. ക്രിസ്തുവിന്റെ ആത്മീയതയില്ലാതെ ഈ ഒരു വിശ്വാസ പ്രമാണം നമ്മൾ ഏറ്റുചൊല്ലുന്നത് വലിയ കാര്യമൊന്നുമായിരിക്കുകയില്ല. ഈ പിതാവിനെ പോലെ പരിപൂർണരും കാരുണ്യമുള്ളവരുമായി തീരണമെന്നാണ് ക്രിസ്തീയ ആത്മീയത ആവശ്യപ്പെടുന്നത്. പിതാവിനെ പോലെ പൂർണ്ണരായിരിക്കണം, കാരുണ്യമുള്ളവരായിരിക്കണം. ദൈവം പിതാവും ആയതുകൊണ്ട് നമ്മുടെ പിതാവ് നമ്മുടെ സൃഷ്ടാവുമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് എല്ലാം സുരക്ഷിതമായിട്ട് മുമ്പോട്ട് പോയിക്കൊള്ളും. ഞാൻ എൻ്റെ പിതാവിൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ പിതാവിന് ശക്തിയുള്ളിടത്തോളം കാലം എൻ്റെ ജീവിതം സുരക്ഷിതമുള്ള ജീവിതമായതുകൊണ്ട് തന്നെ ജീവിതം സുരക്ഷിതത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ഞാൻ പിതാവിൻ്റെ മകനാണ് എന്ന് വ്യക്തിപരമായിട്ടുള്ള ബോധമുണ്ടെങ്കിലാണ് എന്നിൽ പരിശുദ്ധാത്മാവ് വർത്തിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. ദൈവം എൻ്റെ പിതാവാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് പിതാവെ എന്ന് വിളിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറെ ബഹളം കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ ഫീലിംഗ് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു മാനസിക ഭാവം ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുക.